ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വിദ്യാം തതോ ജയമുദീരയേത്. പ്രപഞ്ചത്തിൻ്റെ പരമ കാരണമായിട്ടുള്ള നാരായണൻ എന്ന സങ്കല്പത്തെ നമസ്കരിച്ചുകൊണ്ട് നരം ചൈവ നരോത്തമം, നരന്മാരിൽ ശ്രേഷ്ഠൻ എന്ന് വിശേഷിപ്പിക്കുന്ന അർജുനനെ, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ അർജുനെയും നമസ്കരിച്ച്, മുഴുവൻ മനുഷ്യകുലത്തെയും നമസ്കരിച്ച്, വിദ്യയുടെ പ്രതീകമായിട്ടുള്ള സരസ്വതിയെ നമസ്കരിച്ച് ജയം എന്ന മഹാഭാരതത്തെ അനുസന്ധാനം ചെയ്യുന്നു. അതാണ് അതിൻ്റെ മംഗള ശ്ലോകം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് ഭീഷ്മപർവമാണ്. ഭീഷ്മപർവത്തിലെ ആരംഭം മുതലാണ്. ആ ആരംഭ പർവത്തിന് ഓരോ പർവത്തിന് ഉപപർവങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പർവം, ഇതിൻ്റെ ഉപപർവം എന്ന് പറയുന്നത് ജംബൂഗണ്ഡ വിനിർമ്മാണ പർവം എന്നാണ്. അപ്പം ഇതിൽ ഭൂമിയുടെ ഗുണങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും വിവരിക്കുന്നതാണ്. അപ്പം അതിൽ സഞ്ജയന്റെ ചോദ്യങ്ങൾക്ക് ധൃതരാഷ്ട്രന്റെ ചോദ്യങ്ങൾക്ക് സഞ്ജയൻ മറുപടി നൽകുന്നതാണ്. അപ്പൊ കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ സഞ്ജയൻ പറഞ്ഞു, പല വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങൾ ഗ്രാമവാസികളായിട്ടുള്ള 7 ഗണത്തിലും അതുപോലെ തന്നെ അരണ്യവാസികളായിട്ടുള്ള 7 ഗണങ്ങളിൽ പെടുന്ന ഇങ്ങനെ 14 ജീവജാലങ്ങളെ കുറിച്ച്, ഗ്രാമവാസികളും അരണ്യവാസികളുമായിട്ടുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ട് തുടർന്ന് പറഞ്ഞു, ഈ ഭൂമിയിലാണ് എല്ലാം ജനിക്കുന്നത്, ഭൂമിയിൽ തന്നെയാണ് എല്ലാം നിലനിൽക്കുന്നത്, ഭൂമിയിലേക്കാണ് ഇതെല്ലാം ആത്യന്തികമായി വിലയിക്കുന്നത്. അതുകൊണ്ട് ഭൂമി തന്നെയാണ് എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളത് എന്ന് കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂമൗച്ച ജായതേ സർവം ഭൂമൗ സർവം വിനശ്യതി ഭൂമി പ്രതിഷ്ഠാ ഭൂതാനാം ഭൂമിരേവ പരായണം. അപ്പോൾ ഭൂമിയെ തന്നെ എല്ലാവരും ആശ്രയമായി കരുതിയിരിക്കുന്നു, ഭൂമിയിൽ തന്നെ ജനിക്കുന്നു. ഭൂമൗച്ച ജായതേ സർവം, സർവം ഭൂമൗ ജായതേ, സർവം ഭൂമൗ വിനശ്യതി, എല്ലാം ഭൂമിയിൽ തന്നെ നശിക്കുന്നു. ഭൂമി പ്രതിഷ്ഠാ ഭൂതാനാം, ഭൂതാനാം പ്രതിഷ്ഠാ ഭൂമി, മുഴുവൻ ഭൂതങ്ങളുടെ, ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചിട്ടുള്ളത് എന്തൊക്കെയാണോ അതിൻ്റെ എല്ലാം അധിഷ്ഠാനം, പ്രതിഷ്ഠയായിരിക്കുന്നത്, അധിഷ്ഠാനമായിരിക്കുന്നത് ഭൂമിയാണ്. ഭൂമിരേവ പരായണം, അതുകൊണ്ട് തന്നെ ആശ്രയവും ഭൂമിയാണ്. തുടർന്ന് ആ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകം കൊണ്ട് സഞ്ജയൻ പറയുന്നത്, യസ്യ ഭൂമിസ്തസ്യ സർവം ജഗത് സ്ഥാവര ജംഗമം തത്രാദിഗൃദ്ധാ രാജാനോ വിനിഘ്നന്തി തരേതരം. അതുകൊണ്ട് യസ്യ ഭൂമിഹി തസ്യ സർവം ജഗത്, ആരുടെ അധികാരത്തിലാണ്, ആരുടെ അധീനതയിലാണ്, ആരാണ് ഭൂമിയുടെ പതി, ആ ഭൂപതിയുടെ അധീനതയിലാണ് സർവചരാചരങ്ങളും അടങ്ങുന്ന ഈ ലോകം വർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ രാജാവിന് 2 തരത്തിലുള്ള പല പ്രകാരത്തിൽ ഭൂമിയുടെ പതിയെ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ നമുക്ക് കാണാം. അതിൽ വിഷാംപതേ എന്ന് പറയും, മഹീപതേ എന്ന് പറയും, ഇങ്ങനെ പല പ്രയോഗങ്ങളുണ്ട് ഇതിൻ്റെ പതിയായിട്ടുള്ളവനെ. അപ്പൊ ശരിക്ക് ആരാണ് ഇതിൻ്റെ പതി എന്ന് ചോദിച്ചാൽ ജഗത്പതിയാണ്, ജഗന്നാഥനാണ്. അതായത് സാക്ഷാൽ ഭഗവാന്റേതാണ് ഭൂമി. അതുകൊണ്ട് ഗീതയിൽ തുടർന്ന് ഇതിൽ തന്നെ വരുന്നതാണല്ലോ. ഗീതയിൽ പറയുന്നുണ്ട്, ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച്ച് അഹങ്കാരം ഇതീയമ്മേ ഭിന്നാ പ്രകൃതി രഷ്ടധ. എൻ്റെ പ്രകൃതി എന്ന് പറയുന്നതിൽ ആദ്യം തൊട്ട് കാണിക്കുന്നത് ഭൂമിയാണ്. അപ്പോൾ ഭൂമി ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാരുടേതാണോ എന്ന് ചോദിച്ചാൽ രാജാക്കന്മാരുടേതല്ല. ഭൂമി സർവവും ഈ പറഞ്ഞ എല്ലാവരുടേതുമാണ്.
അതിനെ പരിപാലിക്കുന്നത് കൊണ്ടാണ് വിശാംബതയായിട്ടും ഭൂപതയായിട്ടും ഒക്കെ രാജാവ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കേണ്ടവരാണ്. അപ്പൊ ഇവിടെ ശ്ലോകം കൃത്യമായിട്ട് പറയാം, യസ്യ ഭൂമിസ്തസ്യ സർവം ജഗത് സ്ഥാവര ജംഗമം. അപ്പൊ ആരുടെ അധികാരത്തിലാണ് ഭൂമിയുള്ളത്? ആ ആളുടെ അധികാരത്തിലാണ് സർവചരാചരങ്ങളും അടങ്ങുന്ന ഈ ലോകം വർത്തിക്കുന്നത്. തത്രാതിഗൃദ്ധ രാജാനോ വിനിഘ്നന്തി തരേതരം. അപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ താല്പര്യമുള്ള രാജാക്കന്മാര് പരസ്പരം എന്ത് ചെയ്യുന്നു? തമ്മിൽ തല്ലി ഇവിടെ ജീവൻ ഹോമിക്കുന്നു. ഇത്രയും പറഞ്ഞാണ് കഴിഞ്ഞ അധ്യായം അവസാനിച്ചത്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ധൃതരാഷ്ട്രന് വീണ്ടും കൂടുതൽ കേൾക്കാനായിക്കൊണ്ട് ധൃതരാഷ്ട്രൻ സഞ്ജയനോട് പറയുകയാണ്. അടുത്ത അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ധൃതരാഷ്ട്ര ഉവാച നദീനാം പർവ്വതാനാം ച നാമധേയാനി സഞ്ജയ തഥാ ജനപദാനാം ച യോന്യേ ഭൂമിമാശ്രിതാഃ പ്രമാണം ച പ്രമാണജ്ഞ പൃഥിവ്യാ മമ സർവതഃ നിഖിലേന സമാചക്ഷ്വ കാനനാനി ച സഞ്ജയ. അല്ലയോ സഞ്ജയ, ധൃതരാഷ്ട്രം പറയാണ്, എനിക്ക് നദീനാം പർവ്വതാനാം ച നാമധേയാനി സഞ്ജയ. ഹേ സഞ്ജയ, എനിക്ക് നദികൾ, പർവ്വതങ്ങൾ, ഇതിൻ്റെയൊക്കെ പേരുകൾ, നാമധേയാനി, നാമധേയങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ. അതുപോലെ തഥാ ജനപദാനാം ച യോന്യേ ഭൂമിമാശ്രിതാഹ, അതുപോലെ ഈ എവിടെയൊക്കെയാണ് ആളുകൾ താമസിക്കുന്നത്, ആർക്കൊക്കെയാണ് ഭൂമി ആശ്രയമായിട്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. പ്രമാണം ച പ്രമാണജ്ഞ പൃഥിവ്യാ മമ സർവതഃ നിഖിലേന സമാചക്ഷ്വ കാനനാനി ച സഞ്ജയ. എനിക്ക് ഈ കാടുകളെ കുറിച്ച് അറിയണം, വനങ്ങൾ എവിടെയൊക്കെയാണ്, അതുപോലെ അതിൻ്റെ നീളവും വീതിയും വിസ്തീർണവും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തരണം. അങ്ങാണെങ്കിലോ, അങ്ങ് ഇതൊക്കെ അറിയുന്ന ഒരു സർവജ്ഞനുമായിട്ടുള്ള ആളാണല്ലോ, അതുകൊണ്ടെല്ലാം എന്നോട് പറഞ്ഞു തന്നാലും എന്ന് ഭൂമിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ, ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ ധൃതരാഷ്ട്രന്റെ ചോദ്യം. അതിന് സഞ്ജയൻ മറുപടി പറയുന്നു. സഞ്ജയ ഉവാച പഞ്ചേമാനി മഹാരാജ മഹാഭൂതാനി സംഗ്രഹാത് ജഗദീസ്ഥാനി സർവാണി സാമാന്യാഹുർമനീഷിണഃ. സഞ്ജയ ഉവാച, ജനമേജയനോട് പറയുന്നതാണ്. വൈശമ്പായനൻ ജനമേജയനോട് പറയുന്നതായിട്ടാണല്ലോ നമ്മൾ മഹാഭാരതം കാണുന്നത്. അപ്പൊ അതിന് പറയുന്നതാണ്. സഞ്ജയൻ മറുപടി പറയാൻ തുടങ്ങി ധൃതരാഷ്ട്രരോട്. സഞ്ജയൻ പറയുന്നു, പഞ്ച ഇമാനി ഭൂതാനി ഹേ മഹാരാജ. അല്ലയോ മഹാരാജാവേ, ഈ ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം തന്നെ പഞ്ചേമാനി മഹാഭൂതാനി സംഗ്രഹ, അത് പഞ്ചമഹാഭൂതങ്ങളുടെ സംഗ്രഹിച്ചതാണ്. പഞ്ചമഹാഭൂതങ്ങളാണ് ഈ ഭൂമി എന്ന്, ഭൂമിയിൽ ഉള്ളതെല്ലാം തന്നെ. അതുകൊണ്ട് ജഗദീസ്ഥാൻ സർവാണി സാമാന്യാഹുർ മനീഷിണഃ. മനീഷിണഃ സാമാനി ഇത് ആഹു. മനീഷികൾ, ജ്ഞാനികളായിട്ടുള്ളവർ, വിദ്വാന്മാരായിട്ടുള്ളവര് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് എന്താണ്? സർവാണി സാമാനി ആഹു, ഇത് സമാനി ആഹു, ക്ഷമിക്കണം, ഇതെല്ലാം തന്നെ സമാനി, അതായത് ഇതെല്ലാം സമമാണ്, തുല്യങ്ങളാണ്. അതുകൊണ്ട് വിദ്വാൻമാർ പറയുന്നത് പഞ്ചമഹാഭൂതങ്ങളാണ് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം. അതുകൊണ്ട് ഇത് തുല്യങ്ങളായിട്ട് അവർ പറയുന്നു. എന്തൊക്കെയാണത് എന്നാണെങ്കിൽ, ഭൂമിരാപസ്തദാ വായു അഗ്നിരാകാശമേവ ച ഗുണോത്തരാണി സർവാണി തേഷാം ഭൂമി പ്രധാനതഃ. ഭൂമി ആപ തഥാ വായു അഗ്നി ആകാശം ഏവ ച. ഇവിടെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതാണ് പഞ്ചമഹാഭൂതങ്ങള്. ഇതില് ഗുണോത്തരാണി സർവാണി തേഷാം ഭൂമി പ്രധാനതഃ.
അപ്പോൾ ഈ ആകാശം മുതൽ ഭൂമി വരെയുള്ള പഞ്ചമഹാഭൂതങ്ങളുടെ ക്രമപ്രകാരത്തിൽ അതിനെന്താണ്, ഭൂമിക്കാണ് ഗുണം കൂടുതൽ. ഗുണോത്തരാണി സർവാണി തേഷാം ഭൂമി പ്രധാനത. ഈ പഞ്ചമഹാഭൂതങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചമഹാഭൂതങ്ങളിൽ സർവാണി തേഷാം ഭൂമി പ്രധാനത, ഭൂമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെന്തുകൊണ്ടാണ് ഭൂമി പ്രാധാന്യത്തെ അർഹിക്കുന്നത് എന്നുള്ളതിന് സഞ്ജയൻ വിശദീകരണം കൊടുക്കുകയാണ് അടുത്ത ശ്ലോകം കൊണ്ട്. ശബ്ദസ്പർശരൂപം ച രസോ ഗന്ധശ്ച പഞ്ചമ ഭൂമേരേത ഗുണ പ്രോക്ത ഋഷിഭി തത്വവേദിഭി. തത്വത്തെ ഗ്രഹിച്ചിട്ടുള്ള, തത്വവേദികളായിട്ടുള്ള, തത്വത്തെ, ജ്ഞാനത്തെ നേടിയിട്ടുള്ള ഋഷിമാരാൽ പറയപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാ അവർ പറഞ്ഞിരിക്കുന്നത്? ശബ്ദസ്പർശ രൂപം ച രസോ ഗന്ധശ്ച പഞ്ചമ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇത് അഞ്ചും തന്നെ ഭൂമേരേതേ ഗുണാഹ. ഇത് അഞ്ചും ഭൂമിയുടെ ഗുണങ്ങളാണ്. അപ്പൊ ഭൂമിക്ക് 5 ഗുണങ്ങളുണ്ട്. ആ 5 ഗുണങ്ങൾ എന്തൊക്കെയാണ്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റു ഭൂതങ്ങൾക്ക് ഈ 5 ഗുണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാലോ, പറയണു മറ്റു ഭൂതങ്ങൾക്ക് ഈ 5 ഗുണങ്ങളില്ല. ചത്വാരോപ്സു ഗുണാരാജൻ ഗന്ധസ്തത്ര ന വിദ്യതേ ശബ്ദസ്പർശശ്ച രൂപം ച തേജസോധ ഗുണാസ്ത്രയഃ ശബ്ദസ്പർശശ്ച വായോഃ തു ആകാശേ ശബ്ദ ഏവ തു. അതുകൊണ്ട് ചത്വാരഃ അപ്സു, ജലത്തിന് 4 ഗുണങ്ങളാണ്. അപ്പൊ ജലത്തിന്റെ 4 ഗുണങ്ങള്, അതുപോലെ തന്നെ ഗന്ധസ്ത്രയ, ഗന്ധത്തിന്, അപ്പോ ജലത്തിനുള്ള 4 ഗുണങ്ങൾ ശബ്ദം, സ്പർശം, രൂപം, രസം. അഗ്നിക്ക് 3 ഗുണങ്ങളാണ്, ശബ്ദം, സ്പർശം, രൂപം. വായുവിനോ 2 ഗുണമാണ്. വായുവിന്റെ 2 ഗുണം ശബ്ദവും സ്പർശവും. ആകാശത്തിന് ഒരൊറ്റ ഗുണമേ ഉള്ളൂ, ശബ്ദമാണ്. അപ്പൊ ആകാശത്തിന് 1 ഗുണം ശബ്ദം, വായുവിന് 2 ഗുണം ശബ്ദവും സ്പർശവും, അഗ്നിക്ക് 3 ഗുണം ശബ്ദവും സ്പർശവും രൂപവും, ജലത്തിന് 4 ഗുണം ശബ്ദ, രൂപ, സ്പർശ, ശബ്ദസ്പർശ, രൂപരസം. ഭൂമിക്കോ 5 ഗുണം ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും. അതുകൊണ്ട് ഭൂമി വിശേഷപ്പെട്ട പഞ്ചമഹാഭൂതങ്ങളിൽ ഭൂമി വിശേഷമാണ് എന്ന് പറയുകയാണ്. ഏതേ പഞ്ചഗുണാരാജൻ മഹാഭൂതേഷു പഞ്ചസു വർത്തന്തെ സർവലോകേഷു യേഷു ഭൂതാ പ്രതിഷ്ഠിതാഃ. ഈ ഏതേ പഞ്ചഗുണാരാജൻ, ഈ അല്ലയോ രാജാവേ, ഈ 5 ഗുണങ്ങള് മഹാഭൂതേഷു പഞ്ചസു, എല്ലാ ഭൂതങ്ങളെയും ആശ്രയിച്ചിട്ട്, വർത്തന്തെ സർവലോകേഷു, സർവലോകങ്ങളും എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം തന്നെ ഈ പഞ്ചമഹാഭൂതങ്ങളാൽ ആശ്രയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പഞ്ചമഹാഭൂതങ്ങൾ എല്ലാം അന്യോന്യം അങ്ങോട്ട് പരസ്പരം കൈകോർത്ത് ആശ്രയിച്ച് നിൽക്കുന്ന ാണ്. സകല ജീവജാലങ്ങളും എല്ലാം തന്നെ, ഈ സകല ജീവജാലങ്ങളിലും ഈ പഞ്ചമഹാഭൂതങ്ങളാണ് അന്യോന്യം പരസ്പര പൂരകമായിരിക്കുന്നത്. ഇത് തന്നെ വാസിഷ്ഠത്തിൽ, യോഗവാസിഷ്ഠത്തില് വസിഷ്ഠൻ രാമനോട് പറയുന്നുണ്ട്. സർവത്ര പഞ്ചഭൂതേഷു, എന്താണ്, കിഞ്ചിത് പാതാളേ ഭൂതലേ വാപി കിഞ്ചിത് തത്ര ന വിദ്യതേ ഷഷ്ടം കിഞ്ചിത് ന വിദ്യതേ. സർവത്ര പഞ്ചഭൂതാനി ഷഷ്ടം കിഞ്ചിത് ന വിദ്യതേ പാതാളേ ഭൂതലേ വാപി. രാമ, നീ ഏതൊക്കെ എവിടെയൊക്കെ പോയി നോക്കിക്കോ, ഈ 5 മഹാഭൂതങ്ങളെ ഉള്ളൂ. 6മതൊന്നിനെ നിനക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ധീരതത്ര ന മുഹ്യതി, ധീരൻ മറ്റൊന്നിലും മോഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് വാസിഷ്ഠത്തിൽ. അപ്പൊ ഇവിടെ സഞ്ജയൻ ഇത് തന്നെയാണ് പറയുന്നത്. എന്താണ്?
ഇത് ഏതേ പഞ്ചഗുണാരാജന് മഹാഭൂതേഷു പഞ്ചസു വർത്തന്തേ സർവലോകേഷു യേഷു ഭൂത പ്രതിഷ്ഠിത. യേഷു ഭൂതാഹ, യേഷു ഭൂതാഹ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചമഹാഭൂതങ്ങളാൽ പ്രതിഷ്ഠിതമാണ് സർവലോകങ്ങളും സർവ ചരാചരങ്ങളും. എവിടെ നോക്കിയാലും സർവത്ര പഞ്ചഭൂതാനി, എല്ലാറ്റിലും അതാണ് പറയുന്നു. അന്യോന്യം നാഭിവർത്തന്തേ സാമ്യം ഭവതി വൈ യഥാ. ഇത് യഥാതു വിഷമീഭാവ അവിശന്തി പരസ്പരം തഥാ ദേഹൈ ദേഹവന്തോ അവ്യതിരോഹന്തി മന്യഥാ. അപ്പോ ഇത് അന്യോന്യം ന അഭിവർത്തന്തേ സാമ്യം ഭവതി വൈ യഥാ. ഇതാണ് വേദാന്തത്തിൽ പറയുന്ന പഞ്ചീകരണവും അപഞ്ചീകരണവും. അപ്പൊ ഈ ഓരോ ഭൂതങ്ങൾക്ക് എന്തുണ്ട്? അന്യോന്യം ന അഭിവർത്തന്തേ, പരസ്പരം കൂടിച്ചേരാതിരിക്കുന്നതും പരസ്പരം കൂടിച്ചേർന്നിരിക്കുന്നതുമായിട്ടുള്ള സാമ്യം ഭവതി വൈ യഥാ. അങ്ങനെ രണ്ട് ഭാവങ്ങളുണ്ട്. ഈ രണ്ട് ഭാവങ്ങളെയാണ് വേദാന്തത്തിൽ പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങൾ എന്നും അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങൾ എന്നും പറയാം. ഈ അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളെയാണ് തന്മാത്രകൾ എന്ന് വേദാന്തം പറയാറ്. തന്മാത്രം എന്ന് പറഞ്ഞാൽ അത് മാത്രം, അത് മാത്രമായി നിൽക്കുന്നത്. അത് മാത്രം എന്ന് പറഞ്ഞാൽ ആകാശം മാത്രമായി, വായു മാത്രമായി, അഗ്നി മാത്രമായി നിൽക്കുന്ന അപഞ്ചീകൃതമായിട്ടുള്ള അവസ്ഥ. അപ്പൊ ആ അപഞ്ചീകൃതമായിട്ടുള്ള അവസ്ഥയിൽ ഇതെല്ലാം അതതുമായി നിൽക്കുന്നതാണ്. എന്നാൽ എപ്പോഴാണോ ഇതെല്ലാം ചേർന്ന് നിൽക്കുന്നത്, അപ്പോഴാണ് യഥാതു വിഷമീഭാവം അവിചന്തി പരസ്പരം. അപ്പൊ അതിന് പരസ്പര ബന്ധങ്ങളൊന്നും ഇല്ലാത്തതാണ്. എന്നാൽ യഥാ ദേഹൈ ദേഹവന്തഃ, എപ്പോഴാണോ ഇതിനൊക്കെ ഈ പറഞ്ഞ ഭൂതജാലങ്ങൾക്കൊക്കെ ശരീരബോധം ഉണ്ടാവുന്നത്, ശരീര മനോബുദ്ധി ഉപാധികളുമായിട്ട് ചേർന്നത് പ്രവർത്തിക്കുന്നത്, അപ്പോഴൊക്കെ ഈ പരസ്പര ഭൂതങ്ങൾ പഞ്ചീകരിക്കപ്പെട്ട ഭൂതങ്ങൾ അന്യോന്യം ബന്ധപ്പെടുന്ന സമയത്താണ് ഈ പ്രാണിവർഗങ്ങൾക്കെല്ലാം തന്നെ ശരീരവുമായിട്ടും പ്രപഞ്ചവുമായിട്ടും ഒക്കെ ബന്ധപ്പെടാൻ സാധിക്കുന്നത്. ഇതൊരു ഗംഭീര സയൻസാണ്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ പ്രപഞ്ചാനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് 5 അനുഭവങ്ങളാണ്. അതിൽ ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ഇതാണ് പ്രകൃതിയിൽ നമുക്ക് ഉള്ളത്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ 5 വഴിയാണ്. ആ ശബ്ദ, സ്പർശ, രസരൂപ, ഗന്ധത്തെയാണ് ഈ മാത്രകൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് വേദാന്തത്തിൽ മാത്ര എന്ന് പറയുക. ആ മാത്രകളെ ഗ്രഹിക്കുന്നതാണ് എന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. കണ്ണ് ദൃശ്യത്തെ നമുക്ക് കാണിക്കുന്നു, അതുപോലെ തന്നെ ഗന്ധത്തെ മൂക്ക്, സ്പർശത്തെ ത്വക്ക്, ഇങ്ങനെ ശബ്ദത്തെ കാത്, ഇങ്ങനെ നമുക്കുള്ള ഓരോ ഇന്ദ്രിയങ്ങൾ വഴിയാണ് ഈ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ പ്രപഞ്ചാനുഭവം എന്ന് പറഞ്ഞാൽ ഈ 5 അനുഭവമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന പേര് തന്നെ വരുന്നത് ഈ പ്രകർഷേണ പഞ്ചീകൃതമിതം പ്രപഞ്ചം എന്നാണ്. പഞ്ചമഹാഭൂതങ്ങൾ സമമായി പ്രത്യേക ഇക്വേഷനിൽ ചേർന്ന് നിൽക്കുന്നതിനെയാണ് പ്രപഞ്ചം എന്നുള്ള പേര് പറയുന്നത്. അപ്പൊ ആ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതാണ് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെ. അപ്പൊ ആ ഇന്ദ്രിയങ്ങൾക്ക് ഓരോ ഗുണമുണ്ട് എന്ന് വളരെ ശാസ്ത്രീയമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കാതിൻ്റെ ഗുണം എന്ന് പറയുന്നത് കേൾവി എന്ന ശബ്ദം എന്നതാണ് ആകാശത്തിൻ്റെ ഗുണമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കാതിന് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ള, കുറച്ച് സ്പേസ് ഉണ്ട് നമ്മുടെ കാതിൽ. അതാണ് ഈ ശബ്ദത്തെ ഗ്രഹിക്കാൻ നമുക്ക് യോഗ്യമായിട്ടുള്ളത്. അപ്പം അതിന് ആ ഒറ്റ ഗുണം മാത്രമേ ഉള്ളൂ. അതുപോലെ സ്പർശമാണ് നമ്മുടെ ത്വകീന്ദ്രിയത്തെ വായു കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ സമഷ്ടിയിൽ നമ്മുടെ പുറത്ത് നിൽക്കുന്ന പഞ്ചമഹാഭൂതങ്ങളും ആ പഞ്ചമഹാഭൂതങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയുള്ള ബന്ധപ്പെടലുകളിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? പ്രപഞ്ചബോധം ഉണ്ടാവുന്നത്. ഈ പ്രപഞ്ചാവബോധം ഉണ്ടാവണമെങ്കിൽ ഈ ബാഹ്യമായ
ഈ പഞ്ചമഹാഭൂതങ്ങളും നമ്മുടെ വ്യക്തിതലത്തിലുള്ള ഈ പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് ഉത്പന്നമായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങൾ ദ്വാരാ നമ്മൾ ഈ പ്രപഞ്ച പ്രതീതി നമുക്കുണ്ടാവുന്നു. ആ പ്രതീതി ഉണ്ടാവുന്നത് ഈ ഭൂതങ്ങൾ സമ്മിശ്രമായി നിൽക്കുമ്പോഴാണ്. അപ്പം എന്ത് ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പഠന രീതിയാണ്. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ സ്കൂളിൽ ഒന്നും പഠിച്ചതായിട്ട് ഓർക്കുന്നില്ലേ? ഇങ്ങനെ നമ്മുടെ കാതിനെയും നമ്മുടെ കണ്ണിനെയും നമ്മുടെ ഒരു പുറത്തുള്ള ഒരു പ്രപഞ്ചവും നമ്മൾ ആ പ്രപഞ്ചത്തെ സ്വീകരിക്കുന്ന വഴികളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാഴ്ചയെക്കുറിച്ചൊക്കെ വസ്തുക്കളിൽ പ്രകാശം വീഴുന്ന സമയത്ത് റെറ്റിനയിൽ തലകീഴായി പതിക്കുന്നു, അങ്ങനെയാണ് നമ്മൾ കാഴ്ച ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് എന്താ പറയുക, ക്ലാസ് പരീക്ഷയിൽ അത് വരയ്ക്കാനൊക്കെ ഉള്ള ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉയർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോഴും. പക്ഷേ ഇങ്ങനെ ഒരു പഠന രീതി നമ്മുടെ സിലബസിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇനി പുതുതായിട്ടൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. പുതിയ സിലബസൊക്കെ എന്തായാലും നമുക്ക് നോക്കാവുന്നതും ചർച്ച ചെയ്യാവുന്നതുമാണ് അതൊക്കെ. ഏതായാലും ഇവിടെ പറയണു എന്താണ്, ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്ന അതത് തന്മാത്രകളായി നിൽക്കുന്ന അവസ്ഥയും കൂടിച്ചേർന്ന് നിൽക്കുന്ന അവസ്ഥകളും അത് പ്രപഞ്ചത്തിലും വ്യക്തി എന്നുള്ള നിലയിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ എങ്ങനെയാണ് പ്രപഞ്ചബോധം ഉണ്ടാവുന്നത് എന്നുള്ളത്. തുടർന്ന് പറയാണ്, ആനുപൂർവ്യാവിനശ്യന്തി ജായന്തേ ചാനുപൂർവശഃ സർവാണ്യപരിമേയാണി തദേഷാം രൂപമൈശ്വരം. ഇതൊക്കെ തന്നെ അനുപൂർവ്യാവിനശ്യന്തി ജായന്തേ ച അനുപൂർവശഃ. ഇതില് എല്ലാ ഭൂതങ്ങളും ക്രമേണ ഉണ്ടായി ഇല്ലാതെയായി. ഇതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ ഓരോന്നുമായിട്ട് അന്യോന്യം ചേർന്നും ചേരാതെയും ഒക്കെ നിൽക്കുന്നു. ഇതെല്ലാം സർവാണി അപരിമേയാണി. ഇതൊന്നും തന്നെ ഇതൊക്കെ അപരിമേയങ്ങളാണ്. അപരിമേയം എന്ന് പറഞ്ഞാൽ അപ്രമേയമാണ്. അളന്ന് മുറിച്ച് അങ്ങനെ യുക്തിഭദ്രമാക്കി എടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയാം. ഏഷാം രൂപം ഐശ്വരം. ഇതൊരു ഈശ്വരൻ്റെ ഐശ്വര്യമാണ്. ഇത് ഗീതയിലും ഇതേപോലെ പറയുന്നുണ്ട്. എൻ്റെ ഐശ്വര്യമാർന്ന പ്രകൃതിയെ നീ അറിയാൻ ശ്രമിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് തുടർന്ന് പറയുന്നതാണ്. എന്താ പറയണ, തത്ര തത്ര ഹി ദൃശ്യന്തേ ധാതവ പഞ്ചഭൗതികാഹ തേഷാം മനുഷ്യാസ്തർക്കേണ പ്രമാണാനി പ്രചക്ഷതേ. ഇതെങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത്, ചേരാതെ നിൽക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളിൽ തത്ര തത്ര ഹി അവിടെയൊക്കെ എന്താണ് ദൃശ്യന്തേ ധാതവ പഞ്ചഭൗതികാഹ. ഈ പഞ്ചഭൗതികങ്ങളായിട്ടുള്ള ഇതെല്ലാം തന്നെ മനുഷ്യ തർക്കേണ, മനുഷ്യന്മാര് നമ്മുടെ മേധയില് മനുഷ്യബുദ്ധിയില് തർക്കത്തിന് അവര് എന്താണ് ഈ തർക്കിക്കാനും മറ്റും പ്രമാണാനി പ്രചക്ഷന്തേ, അവരങ്ങനെ പ്രമാണങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. വാസ്തവത്തില് ഇതിങ്ങനെ നിങ്ങളിങ്ങനെ പ്രത്യേകിച്ച് തർക്കിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് ഇത്രയാണ് അത്രയാണ് എന്നൊന്ന് തർക്കിച്ചത് കൊണ്ടൊന്നും തർക്കത്തിന് ഇത് വിഷയമല്ല എന്ന് തുടർന്ന് പറയുകയാണ്. അചിന്ത്യ ഖലു യേ ഭാവാഃ നതാം തർക്കേണ സാധയേത് പ്രകൃതിഭ്യ പരം യത്തു തദചിന്ത്യസ്യ ലക്ഷണം. അതുകൊണ്ട് രാജാവേ, ഞാൻ പറയുന്നത് എന്താണെന്നാണെങ്കിൽ ഇത് അചിന്ത്യാഹ, ഇത് ചിന്തയ്ക്ക് ഇത് വിഷയമാണോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിന്ത കൊണ്ട് ഉറപ്പിച്ച് അങ്ങോട്ട് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അചിന്ത്യാഹ ഖലു യേ ഭാവാഹ. അതുകൊണ്ട് ഈ അചിന്ത്യമായിട്ടുള്ള ഇതിൻ്റെ ചിന്തിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഇതിൻ്റെ ഭാവത്തെ നതാം തർക്കേണ സാധയേത്, തർക്കം കൊണ്ട് തെളിയിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ വൃഥാവിലായിട്ടുള്ള കാര്യമാണ്.
എന്താണ് ഇത്? അചിന്യമാണ്. അചിന്യമായ ഒന്നിനെ തർക്കത്തിലൂടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഗംഭീരമായിട്ടുള്ള ഒരു 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 സ്റ്റേറ്റ്മെന്റ് ആണിത്. അചിന്യാഹ ഖലു യേ ഭാവാഹ നതാം തർക്കേണ സാധയേത്. അതുകൊണ്ട് ചിന്തയ്ക്ക് വിഷയമല്ലാത്ത അചിന്യമായിട്ടുള്ള ഒന്നിനെ തർക്ക കൊണ്ട് സ്ഥാപിച്ചെടുക്കാം എന്ന് ചിന്തിക്കുന്നതേ ഒരു മൂഢത്തരമാണ്. പ്രകൃതിഭ്യ പരമ്യത്തു തദചിന്യസ്യ ലക്ഷണം. അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ ഇത് കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ സത്വരജ തമോ ഗുണങ്ങളുടെ ചേർച്ചയാണ്. ഈ പഞ്ചമഹാഭൂതങ്ങളുടെ ചേർത്ത് നിൽക്കുന്നത്. അപ്പൊ ഇത് അതിനപ്പുറത്താണ്. അതുകൊണ്ട് ഇത് പ്രകൃതിഭ്യ പരമ്യത്തു, പ്രകൃതിക്ക് അന്യമാണിത്. അതുകൊണ്ട് തത് അചിന്യസ്യ ലക്ഷണം. അതുകൊണ്ട് ഇതിന്റെ ലക്ഷണം തന്നെ എന്താണ്? അചിന്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗണിച്ചെടുത്ത് മനസ്സിലാക്കിയേക്കാം എന്ന് കരുതുകയാണെങ്കിൽ ഇന്നതാണ് അത് എന്ന് പറഞ്ഞിട്ട് പഞ്ചമഹാഭൂതങ്ങളുടെ അതിൻ്റെ ചേർച്ചയെയും മറ്റ് നിൽക്കുന്നതൊക്കെ അവിടെ അങ്ങനെ അങ്ങോട്ട് സംഗ്രഹിച്ച് പറയാം. ഇത് നമ്മുടെ വേദാന്ത കൃതിയിൽ, അതായത് ശങ്കര ഭഗവത്പാദരുടെ ഒക്കെ തത്വബോധം, ആത്മബോധം, വിവേക ചൂടാമണി, പഞ്ചദശി തുടങ്ങിയിട്ടുള്ള ദൃഗ്ദൃശ്യ വിവേകം, ഇങ്ങനെയുള്ള കൃതികളിലൊക്കെ തന്നെ ഈ പഞ്ചമഹാഭൂതങ്ങൾ എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത്, ആ ഗുണങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവജാലങ്ങൾ എങ്ങനെയാണ് പ്രകടമാകുന്നത്, അതിൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ് ഈ പഞ്ചമഹാഭൂതങ്ങൾ സ്വാധീനിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആയുർവേദത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചമഹാഭൂതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ എന്താ പറയുക രോഗത്തിൻ്റെ കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളും ഒക്കെ പറയുന്ന അവരുടെ ഒരു ശാസ്ത്രമുണ്ട്. ഇതൊക്കെ ആ വഴിയിലുള്ളതാണ്. ഏതായാലും സഞ്ജയൻ അത്രയും പറഞ്ഞ് അതിനെ നിർത്തിയിട്ട് തുടർന്ന് സഞ്ജയൻ പറയാണ്, സുദർശനം പ്രവക്ഷ്യാമി ദ്വീപം തു ഗുരുനന്ദന പരിമണ്ഡലോ മഹാരാജ ദ്വീപോസൗ ചക്രസംസ്ഥിതഃ. ഹേ കുരുനന്ദന, അല്ലയോ കുരുശ്രേഷ്ഠ, കൗരവന്മാരിൽ ശ്രേഷ്ഠരായിട്ടുള്ള അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, സുദർശനം പ്രവക്ഷ്യാമി, അഹം ഞാൻ സുദർശനം എന്ന ദ്വീപിനെ കുറിച്ച് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. പരിമണ്ഡലോ മഹാരാജ ദ്വീപോസൗ ചക്രസംസ്ഥിതഃ. ഈ ദ്വീപ് ഒരു ചക്രം പോലെ ഗോളാകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഈ ഭൂമിയെക്കുറിച്ച് പറയുമ്പം ഭൂമിയുടെ അടിസ്ഥാനമായിട്ടുള്ള എന്തൊക്കെയാണോ ഭൂമിയിൽ സമ്മിശ്രമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഭൂമി എന്താണ് എന്ന് അതിൻ്റെ രത്ന ചുരുക്കമായിട്ട് സഞ്ജയൻ വിവരിച്ചു. എന്താ പറയുന്നത്? ഭൂമി എന്ന് പറയുന്നത്, ഈ കാണുന്ന ഭൂമി എന്ന് പറയുന്നത് ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും ചേർന്നതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഭൂമി മറ്റ് പഞ്ചമഹാഭൂതങ്ങളുടെ സമ്മിശ്രമായ ഇതെല്ലാം കൂടി ചേർന്ന് അന്യോന്യ പൂരകങ്ങളായി നിൽക്കുന്നതാണ് ഈ ഭൂമി. അതുകൊണ്ട് ഭൂമി മറ്റ് ഭൂതങ്ങളിൽ നിന്ന് വിശേഷപ്പെട്ടതാണ്. മഹത്വം അതിന് ഏറുന്നുണ്ട്. എന്താണ് അതിൻ്റെ മഹത്വം എന്നാണെങ്കിൽ, മറ്റ് ഭൂതങ്ങളെക്കാൾ ഇതിന് ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും അറിയാനുള്ള സവിശേഷത ഈ ഭൂതത്തിലാണ് ഉള്ളത്, ഭൂമിയിലാണ് ഈ അഞ്ചും ഉള്ളത്. മറ്റ് ഭൂതങ്ങളെ നോക്കുമ്പോഴോ അതിന് ഓരോ ഗുണങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ആകാശത്തിന് ഒരു ഗുണം മാത്രമാണ്, അത് ശബ്ദമാണ്. വായുവിന് 2 ഗുണമാണ്, ശബ്ദമുണ്ട് സ്പർശമുണ്ട്. അഗ്നിക്ക് 3 ഗുണമുണ്ട്, ശബ്ദമുണ്ട് സ്പർശമുണ്ട് രൂപമുണ്ട്. ജലത്തിന് 4 ഗുണമുണ്ട്, ശബ്ദമുണ്ട് സ്പർശമുണ്ട് രൂപമുണ്ട് രസമുണ്ട്. ഭൂമിക്കോ 5 ഗുണമാണ്, ശബ്ദ സ്പർശ രസ രൂപ ഗന്ധം. അതുകൊണ്ട് ഭൂമി വിശേഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് തുടർന്ന് ഈ ഭൂമിയിലെ എല്ലാം തന്നെ സകല സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായിട്ടുള്ളതെല്ലാം ഈ ഭൂതങ്ങളുടെ അന്യോന്യ പരസ്പര പൂരകമായി നിൽക്കുന്നു. ഇത് ഏതെങ്കിലുമൊക്കെ വിട്ട്
അതത് ഭൂതമായി തന്മാത്രകളായി നിൽക്കുന്ന അവസ്ഥയിൽ ഇതിന് പ്രപഞ്ചാനുഭവം ഉണ്ടാവുന്നില്ല. ഇത് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇതിന് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, പ്രപഞ്ചം പ്രതീതമാകുന്നത് എന്ന് പറഞ്ഞ് ഇതിലാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിലാണ് എല്ലാം ഇതിലാണ് ജനിക്കുന്നത്, ഇതിൽ നിലകൊള്ളുന്നു, ഇതിൽ ഇല്ലാതെയാകുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഈ ഇതിനെക്കുറിച്ച് ഇത് അചിന്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് തർക്കത്തിലൂടെ ഇതിനൊരു അവസാനം ഉണ്ടാക്കി കളയാം എന്ന് ചിന്തിച്ചാൽ അത് നടക്കുന്നതല്ല. അതുകൊണ്ട് അചിന്യമായതിനെ തർക്കം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് അവിടെ നിർത്തി. ഭൂമിൻ്റെ ഇന്നതുകൊണ്ടാണ് ഭൂമി നിർമ്മിച്ചിട്ടുള്ളത്, ഭൂമി ഇന്നതാണെന്ന് പറഞ്ഞിട്ട് തുടർന്ന് ആ ഭൂമിയിലെ ഒരു ദ്വീപിനെ കുറിച്ച് പറയുകയാണ്. ആ ദ്വീപിന്റെ പേരാണ് സുദർശനം പ്രവക്ഷ്യാമി. സുദർശനം എന്ന് പറയുന്ന ഒരു ദ്വീപിനെ കുറിച്ച് ഞാൻ പറയാം. അതിന്റെ പേര് സുദർശനം എന്നാണ്. പരിമണ്ഡലോ മഹാരാജ ദ്വീപാസൗ ചക്രസംസ്ഥിത. ഇത് ഒരു ചക്രം പോലെ ഒരു ഗോളാകൃതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തുടർന്ന് അതിന്റെ വർണ്ണന പറയുക. നദീജല പ്രതിച്ഛന്ന പർവ്വതൈശ്ചാഭ്രസന്നിഭൈഃ പുരൈശ്ച വിവിധാകാരൈഃ രമ്യൈർജുന പദൈസ്തഥാ വൃക്ഷൈ പുഷ്പഫലോപേതൈഃ സമ്പന്ന ധനധാന്യവാൻ ലവണേന സമുദ്രേണ സമന്താത് പരിവാരിതഃ. അപ്പോ നദീജല പ്രതിച്ഛന്ന പർവ്വതൈഃ ച അഭ്രസന്നിഭൈഃ പുരൈഃ ച വിവിധാകാരൈഃ രമ്യൈഃ വൃക്ഷൈഃ പുഷ്പഫലോപേതൈഃ സമ്പന്ന ധനധാന്യവാൻ ലവണേന സമുദ്രേണ ലവണേന സമന്താത് പരിവാരിതഃ. ഈ ദ്വീപ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല നദികളിലെ ജലം വന്ന് നിറയപ്പെട്ടിട്ടുള്ളതാണ്, മറയ്ക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് പർവ്വതങ്ങളാൽ, എങ്ങനെയുള്ള പർവ്വതങ്ങൾ? അഭ്രസന്നിഭൈഃ. ഇത് മേഘങ്ങളെ പോലെ വലിയ ഉന്നതമായിട്ടുള്ള പർവ്വതങ്ങളെ കൊണ്ട് ഇത് ശോഭിക്കുന്നുണ്ട്. അനേക പർവ്വതങ്ങളുണ്ട്. ഇതില് പുരൈശ്ച അനേക പുരങ്ങളുണ്ട്, നഗരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗ്രാമങ്ങളുണ്ട്. അപ്പൊ ഗ്രാമങ്ങളുണ്ട്, അതുപോലെ പഴവർഗ്ഗങ്ങളുണ്ട്, പുഷ്പങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, പലതരം സമ്പന്ന ധനധാന്യവാൻ, പലതരത്തിലുള്ള സമ്പത്തുകളെ കൊണ്ടും ധാന്യങ്ങളെ കൊണ്ടും സമ്പുഷ്ടമാണ്. മാത്രമല്ല ചുറ്റും ലവണേന സമുദ്രേണ. അപ്പൊ സമുദ്രം എന്ന് പറയുന്നതിന് വിശേഷണത്തോടു കൂടി പറയുന്നുണ്ട്, ലവണേന സമുദ്രേണ എന്നാണ്. ലവണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപ്പ്. അപ്പോൾ ഈ ഉപ്പ് ജലം കൊണ്ട് കൂടിയിട്ടുള്ള സമുദ്രമാണ്. ഇപ്പൊ സമുദ്രാകാരമായിട്ടിരിക്കുന്ന തടാകങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഒരു തടാകത്തിന്റെ തീരത്ത് നിന്ന് തന്നെയാണ്. അതായത് ലേക്ക് മിഷിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം പോലെ സമുദ്രമാണ്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സമുദ്രമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ്, ഭയങ്കര ജാതി തിരമാലകളും ഒക്കെ ആയിട്ട്. നോക്കിയാൽ വെള്ളം എന്താണ്? നല്ല തെളിഞ്ഞ ശുദ്ധജലം എടുത്ത് കുടിക്കാം നമുക്ക്. അപ്പോ അതിലും വലുതുണ്ട് ഇവിടെ, അതിലും വലിയ ലേക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ സമുദ്രം, വലിയ കൂറ്റൻ കപ്പലുകൾ ഓടുന്നതാണ്. അപ്പൊ ഇവിടെ എടുത്തു പറയുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ എടുത്തു പറയാ, പ്രത്യേകം പറയാ. എന്തുകൊണ്ടാണ്? അതില് ഉപ്പുജലമാണ്. ആ ഉപ്പുജലമാർന്ന സമുദ്രം കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ ഇതൊരു ഒരു ദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു രാജ്യമാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ സങ്കല്പിക്കാം. എന്തായാലും ഇതിൻ്റെ അടുത്ത ഒരു പറച്ചിലാണ്. അത് നമുക്കൊരു ഭയങ്കര ഒരു സംഭവമായിട്ടാണ് അത് നമുക്ക് തോന്നുന്നത്. എന്തൊരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് വ്യാസർ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഈ സുദർശനം എന്ന് പറയുന്ന ഈ ദ്വീപ് ഇങ്ങനെയാണ്, വലിയൊരു ചക്രം കണക്കെയാണ്. ഇതൊരു വലിയ വൃത്താകൃതിയിലാണ്. വേണമെങ്കിൽ ഇതിനെ മൊത്തത്തിൽ ഭൂമി എന്നോ അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശമെന്നോ എങ്ങനെയാണ് ഇതിനെ പറയേണ്ടത് എന്ന് ചോദിച്ചാൽ
അറിയില്ല. ഇതിപ്പോ ഈ വർണ്ണന ഇപ്പൊ നമ്മുടെ ഈ കോണ്ടിനെന്റൽ ത്രിഫ്റ്റ് എന്ന് പറയുന്ന ഈ നമ്മളിപ്പോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഹിമാലയം ഉണ്ടായത്, അതുപോലെ ഈ മറ്റേ ആഫ്രിക്കൻ ഈ ആഫ്രിക്ക എങ്ങനെയാണ് ആ, ഭേദിക്കുന്ന, അതായത് അത് ഭേദിച്ച് പിന്നെ ഈ ഓസ്ട്രേലിയയും ഇന്ത്യയും ഒക്കെ ഈ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഈ വലിയ വൻ കരകൾ ഈ ഒന്നായിരുന്നതിൽ നിന്ന് വിഘടിച്ച് ആ, ഇങ്ങനെ പലതായിട്ടുള്ളത് കഷ്ണം കഷ്ണമായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്, ഇപ്പം നമ്മുടെ തന്നെ തൊട്ടടുത്തുള്ള ഈ എന്താ സിലോൺ, ശ്രീലങ്ക, ആ, ആ, എങ്ങനെ അങ്ങനെ നിൽക്കുന്നത്, ഇതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് വെക്കാം. നമുക്ക് നല്ല രസമായിട്ട് നമ്മുടെ വേൾഡ് മാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ വിട്ടു നിൽക്കുന്നതിനെ നമുക്കിങ്ങനെ അടുപ്പിക്കാൻ പറ്റും. അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് തന്നെയാണ്, ഒരുപോലെ നിൽക്കും കാണാൻ നമുക്കത്. അപ്പോൾ ഇതൊരു കോണ്ടിനെന്റൽ ത്രിഫ്റ്റിന് മുമ്പുള്ള ഒരു വർണ്ണനയാണോ? എന്തായാലും ഇതൊരു രസമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ അടുത്ത് പറയുന്നതാണ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ളൊരു ഒരു 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 ശ്ലോകമാണ് അടുത്തത്. എന്താ സഞ്ജയൻ പറയണത്? യഥാഹി പുരുഷ പശ്യേത് ആദർശേ മുഖമാത്മനഃ ഏവം സുദർശന ദ്വീപോ ദൃശ്യതേ ചന്ദ്രമണ്ഡലേ. യഥാഹി പുരുഷ പശ്യേത് ആദർശേ, അതായത് ഒരു പുരുഷൻ, ഒരാള് ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ മുഖം, തൻ്റെ മുഖം കാണുന്നത്, മുഖത്തെ നോക്കുന്നത്, കണ്ണാടിയിൽ മുഖത്തെ നോക്കുന്ന സമയത്ത് ആ മുഖത്തിന്റെ പ്രതിഫലനം കണ്ണാടിയിൽ കാണും. യഥാഹി പുരുഷ പശ്യേത് ആദർശേ മുഖമാത്മനഃ, തൻ്റെ രൂപത്തെ കണ്ണാടിയിൽ കാണുന്നു. അതേപോലെ ഏവം സുദർശന ദ്വീപോ ദൃശ്യതേ ചന്ദ്രമണ്ഡലേ, ഈ സുദർശന ദ്വീപത്തെയാണ് ചന്ദ്രന്റെ മണ്ഡലത്തിൽ കാണപ്പെടുന്ന ഒരു കറുത്ത ഒരു അടയാളമായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ ഈ ദ്വീപ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചന്ദ്രൻ ഒരു കണ്ണാടി പോലെ, ആ ചന്ദ്രനാകുന്ന കണ്ണാടിയിൽ ഈ ദ്വീപ് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം നമ്മളിപ്പോ സയൻസിൽ പഠിക്കുന്ന പലതും ഉണ്ടല്ലോ, സമുദ്രത്തിന്റെ ഈ നിറത്തിന്റെ കാരണം, ആകാശത്തിന്റെ നിറത്തിന്റെ കാരണങ്ങൾ. അപ്പോ ഇതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പഠിക്കുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് തന്നെ, ശാസ്ത്രീയമായിട്ട് തന്നെ. അപ്പോ ഇത്തരം വ്യാസരുടെ മഹാഭാരതത്തിലെ ഇത്തരം നമ്മളിതിനെ കൽപ്പനകളെന്നോ എന്താണെങ്കിലും ഈ മഹാഭാരതം പഠിക്കുന്നതിലൂടെ നമുക്കെപ്പോഴും തോന്നാറുള്ള ഒന്നാണ്, ഏതൊരു കാലഘട്ടത്തിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്, ആ കാലഘട്ടത്തിൽ പറയപ്പെടുന്ന ഉദാഹരണങ്ങൾ. ഇപ്പം കണ്ണാടിയിൽ മുഖം കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്നാണ് നമ്മൾ ഈ കണ്ണാടിയെ ആവിഷ്കരിച്ചത്, കണ്ണാടിയിൽ നമ്മുടെ മുഖം നോക്കാൻ തുടങ്ങിയത്, അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനെ കുറിച്ച്. അപ്പം ഇതൊരു സാധാരണ മട്ടിൽ പറഞ്ഞു പോകുന്നതാണെങ്കിലും ഇതിൽ നമ്മുടെ ജിജ്ഞാസയെ വർദ്ധിപ്പിക്കുന്ന പല പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ചന്ദ്രനിലെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കാണുന്നുണ്ടല്ലോ, ചന്ദ്രനിൽ കാണുന്നുണ്ട് ചില സമയങ്ങളിൽ. അത് ഭൂമിയുടെ റിഫ്ലക്ഷൻ അല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാനൊന്നും സാധിക്കില്ല. എന്തായാലും ഇവിടെ പറയുന്നത് കണ്ണാടിയിൽ മുഖം കാണുന്നത് പോലെ അതിൻ്റെ പ്രതിഫലനം ചന്ദ്രനിൽ കാണാം എന്ന ഒരു ഗംഭീരമായ ഒരു പറച്ചിലാണ്. തുടർന്ന് പറയണം, ദുരംശേ പിപ്പലസ്തത്ര ദുരംശേ ച ശശോ മഹാന് സർവ ഔഷധി സമാവായ സർവദ പരിവാരിത. അങ്ങനെ ഇതിൻ്റെ ദ്വിരംശേ, ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ, അംശം എന്ന് പറഞ്ഞാൽ രണ്ട് അറ്റത്തായിട്ട്, പിപ്പല തത്ര, ഈ പിപ്പല വൃക്ഷം, പിപ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആയുർവേദത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു ഔഷധമാണ് പിപ്പലം. നമ്മളതിന് തിപ്പലി എന്നും പറയും.
ഈ പിപ്പലം ഇംഗ്ലീഷിലും അതിന് പിപ്പൽ എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഈ നമ്മുടെ ഈ എന്താ പറയുക, ഈ പൂച്ചയൊക്കെ കാഷ്ടിച്ചത് പൂച്ചക്കാഷ്ടം പോലെ എന്തെങ്ങനെ ഒരു നീളത്തിൽ ഇങ്ങനെ തിരി പോലെ ഉണ്ടാവും പിപ്പലം. ഈ ത്രികടു എന്നൊക്കെ പറഞ്ഞ ആയുർവേദത്തിൽ അതിൽ ഈ ഇതിന് ത്രികടൂല് ഒന്ന് നമ്മൾ ത്രിഫല എന്ന് പറയുന്നതിൽ നെല്ലിക്ക, കടുക്ക, താന്നിക്ക എന്ന് പറയുന്നത് പോലെ ത്രികടുവിൽ ഈ തിപ്പലി എന്ന് പറയുന്ന പിപ്പലം വളരെ വിശേഷപ്പെട്ട ഒരു സാധനമാണ്. പല രോഗങ്ങൾക്കുള്ള വലിയ ഔഷധവീര്യമുള്ള ഒരു സാധനമാണ് ഈ തിപ്പലി അല്ലെങ്കിൽ പിപ്പലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ അതിനെ പറയുന്നത് ഔഷധച്ചെടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പിപ്പലം ധാരാളം ഉള്ള, അതുപോലെ ഒരു ഭാഗത്ത് പിപ്പലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, മറുഭാഗത്ത് ധാരാളം മുയലുകളുമുണ്ട്. ഇങ്ങനെയുള്ള സർവ ഔഷധി സമാവായ, അത് വളരെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അതായത് ഈ പിപ്പലത്തിൻ്റെ ഔഷധത്തെക്കുറിച്ച്, ഔഷധ വീര്യത്തെക്കുറിച്ച് നമ്മളിപ്പോഴും നിങ്ങൾ ഈ ഗൂഗിൾ ഇതൊക്കെ നോക്കിയാൽ മതി. ഈ പിപ്പലാദീന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള ഈ കഷായവും അല്ലെങ്കിൽ ലേഹ്യവും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ആയുർവേദത്തിൽ. അത് വളരെ പ്രസിദ്ധമാണ്. തിപ്പലി എന്നാണ് പറയാ, പിപ്പലെന്നും പറയും. എന്തായാലും ഇതെന്താണ്? സർവ ഔഷധി സമാവായേ. ഇത് സർവ ഔഷധി, ഈ എല്ലാ വീര്യങ്ങളോടും ഔഷധ ഗുണങ്ങളോടും ഒക്കെ കൂടിയിട്ടുള്ളത് പരിവാരിത, സർവത പരിവാരിത, ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ അനേകം പിപ്പലാദികളും ഉണ്ട്, മറുഭാഗത്ത് മുയലുകളും ധാരാളം വസിക്കുന്നുണ്ട്. ആപസ്തതോന്യോ വിജ്ഞേയാശേഷ സംക്ഷേപ ഉച്യത്തെ തതോന്യ ഉച്യത്തെ ചായം മേനം ചാപേ ചാം ക്ഷപതേ ശൃണു. ഇനി ഇതിൻ്റെ ആപാംസ്തഃ അന്യ വിജ്ഞേയ, ഇതിൻ്റെ ബാക്കിയൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ജലമയമാണ്. ഇതൊരു ചെറിയ ഭൂമണ്ഡലമാണ് എന്ന് പറയാം. ഇതിനെക്കുറിച്ച് ഞാൻ ഇനിയും വിസ്തരിക്കാം, അങ്ങ് കേട്ടാലും എന്ന് പറഞ്ഞ് അതിൻ്റെ വിസ്താരം അവിടെ നിർത്തിയിട്ട് ഇതിനെക്കുറിച്ച് ധൃതരാഷ്ട്രം പറയുകയാണ്. തുടർന്ന് ധൃതരാഷ്ട്രം പറയാം. ധൃതരാഷ്ട്ര ഉവാച ഉക്തോ ദ്വീപസ്യ സംക്ഷേപോ വിധിവത ബുദ്ധിമസ്ത്വയാ തത്വജ്ഞശ്ചാസി സർവസ്യ വിസ്തരം ബ്രൂഹി സഞ്ജയ. യാവാൻ ഭൂമ്യവകാശോയം ദൃശ്യതേ ശശലക്ഷണേ തസ്യ പ്രമാണം പ്രബ്രൂഹി തതോ വക്ഷ്യസി പിപ്പലം. അങ്ങ് അല്ലയോ ബുദ്ധിമാനായിട്ടുള്ള സഞ്ജയ, നിങ്ങൾ ഈ ദ്വീപിനെ കുറിച്ചൊക്കെ വർണ്ണിച്ചു, എന്നാൽ എനിക്ക് ആ ദ്വീപിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ട്. യാവാൻ ഭൂമി അവകാശോയം ദൃശ്യതേ ശശലക്ഷണേ, ആ ചന്ദ്രനിലുള്ള മുയൽ രൂപത്തിലുള്ള ഭൂമിയുടെ അടയാളം ഉണ്ടല്ലോ, അങ്ങ് പറഞ്ഞുവല്ലോ, കാണുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ തസ്യ പ്രമാണം പ്രബ്രൂഹി, അതിൻ്റെ വിസ്തീർണവും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഭൂമിയെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയട്ടെ, എനിക്ക് കൂടുതൽ ഞാൻ കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് സഞ്ജയൻ വീണ്ടും ധൃതരാഷ്ട്രരോട് ആവശ്യപ്പെടുകയാണ്. അതനുസരിച്ച് ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ആവശ്യപ്പെടുന്നു. അതിനനുസരിച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് മറുപടി കൊടുക്കുന്നതാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഞായറാഴ്ചയല്ല, അതിൻ്റെ അടുത്ത ഞായറാഴ്ച നമുക്ക് കാണാം. ഇന്ന് നമുക്ക് ഇനി എന്തെങ്കിലും ഇതിൽ സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പോവാം. നമുക്ക് വേറൊരു വിസ്കോസിൻ എന്ന് പറഞ്ഞ കുറച്ചൊരു ഇവിടുന്ന് ഒരു 5 മണിക്കൂർ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ കാണാൻ പോവുക. അവിടെ നമ്മുടെ ഈ നേറ്റീവ് ഇന്ത്യൻസിൻ്റെ എങ്ങനെയാണോ കൊളംബസ് ഇവിടേക്ക് വന്നിട്ടുള്ളതിൻ്റെ കുറേ ചരിത്രം പറയുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തെ നിർത്തുകയാണ്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ. സംശയങ്ങൾക്ക് നമുക്ക് മറുപടി തരാം തീർച്ചയായിട്ടും. അതിനോട് വേണ്ടിയിട്ടാണ് കുറച്ച്
10 മിനിറ്റ് നേരത്തെ നിർത്തിയത്. അറിയോ?